നമസ്കാരം, എൻ്റെ പേര് ആഞ്ചലികദേവ്. ഞാൻ പയമ പട്ടായത്തെ വിദ്യാലയത്തിലുള്ള LKG സ്റ്റുഡൻ്റാണ്. ഞാൻ രാമായണത്തിലെ സീത അപഹരണമാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. രാമനും ലക്ഷ്മണനും സീതയും വനവാസത്തിലായ കാലം. ഈ ദൃശ്യം സീതയുടെ മുമ്പിൽ ഒരു സ്വർണ്ണമാൻ ഓടി വന്നു. സീത രാമനോട് എനിച്ചതിന് പിടിച്ചു തരുമോ എന്ന് ചോദിച്ചു. ലക്ഷ്മണനോട് രാമൻ സീതേനെ നോക്കിക്കോളാൻ പറ്റില്ല മാനിൻ്റെ പുറകെ ഓടി. എത്ര എറിഞ്ഞിട്ടും മാനിനെ കിട്ടിയില്ല. അവസാനം രാമൻ മാനിനെ അമ്പ് ചെയ്ത് വീഴ്ത്താമെന്ന് തീരുമാനിച്ചു. രാമൻ അമ്പ് ചെയ്തു. രാമൻ്റെ മുറിവുകൊണ്ട് മുറിവേറ്റമാൻ അമ്പുകൊണ്ട് മുറിവേറ്റമാൻ സീതയെ മായിരുന്ന മായാവിയായ രാക്ഷസനായി മായി. എന്നിട്ട് സീതേ ലക്ഷ്മണാന്ന് ഓരൊക്കെ വിളിച്ചു. എന്നിട്ട് സീത പൈമരിച്ചു പോയി. വേഗം ലക്ഷ്മണനെ വിളിച്ച് എൻ്റെ സ്വാമിക്ക് എന്തോ അപകടം പറ്റിയിട്ടുണ്ട്, വേഗം ചെന്ന് രക്ഷിച്ചു എന്ന് ലക്ഷ്മണനോട് സീത പറഞ്ഞു. പിന്നെ രാമൻ ലക്ഷ്മണൻ തൻ്റെ അമ്പുകൊണ്ട് ലക്ഷ്മണ ഏക വഹിച്ചിട്ട് എന്ത് സംഭവിച്ചാലും ഇതിൽ നിന്ന് പോയിട്ട് എങ്ങനെ എന്ന് സീതയോട് വാക്ക് കൊടുത്തു. എന്നിട്ട് രാമനെ അന്വേഷിച്ച് ലക്ഷ്മണ യാത്രയായി. ഇതെല്ലാവരും ഒളിഞ്ഞീന്ന് കാണുന്നുണ്ട്. അതായാന്നറിയാവോ? രാവണ സന്യാസിയുടെ രൂപം ധരിച്ചിട്ട് ഭക്ഷണത്തിനായി യാചിച്ചു. ഇത് കേട്ട് സീത കികച്ചു പോയെത്തുന്നു. ഈ സമയത്ത് രാവണൻ തൻ്റെ സ്വന്തം രൂപം തൈ വഹിച്ചിട്ട് സീതയെ പിടിച്ചു വലിച്ച് പുഷ്പണ വിമാനത്തിലോട്ട് ഗംഗയിലോട്ട് കുതിച്ചു. ഇതുകൊണ്ട് കൂടെ എൻ്റെ കഥ ഞാൻ ഇന്നിവിടെ അവസാനം. നന്ദി, നമസ്കാരം.